ഹായ് ഫ്രണ്ട്സ്, TVS വീഗോയുടെ ക്ലച്ച് അസംബ്ലിയാണ് ഈ കാണുന്നത്. വണ്ടി വലിക്കുന്നില്ല എന്ന കംപ്ലൈൻറ്റോടുകൂടി വന്നാണ്. നമ്മളൊരുപാട് വീഡിയോ ക്ലച്ചിനെ പറ്റി ഇട്ടിട്ടുണ്ട്. വലിക്കുന്നില്ലെന്നും പറഞ്ഞ് വന്ന വണ്ടിയാണിത്. അപ്പോൾ കസ്റ്റമർ കൊണ്ടു തന്നു, വണ്ടി വലിക്കുന്നില്ലെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്കിതിൻ്റെ ക്ലച്ച് ഒന്ന് പീസാക്കി കാണാം. ഇതാണ് അതിൻ്റെ ക്ലച്ച് ഷൂ വരുന്നത്. ക്ലച്ച് ഷൂ കംപ്ലൈൻ്റ് ആയിട്ടുണ്ട്. ഇതെൻ്റെ ടെൻഷൻ ചെയ്ത് നിർത്തുന്ന സ്പ്രിങ്ങാണ്. സ്പ്രിങ് കംപ്ലൈൻ്റ് ഒന്നുമില്ല. ഇതാണ് അതിൻ്റെ ക്ലച്ച് പുള്ളി വരുന്നത്. ക്ലച്ച് പുള്ളി ഓൾറെഡി കംപ്ലൈൻ്റ് ആണ്. ക്ലച്ച് പുള്ളി ഇതാണ് അതിൻ്റെ ഓയിൽസിലൊക്കെ ലൂസായിപ്പോയി, അതുപോലെ ഓവലായി കിടന്ന് ഓടിയതാണ്. അതിൽ ശകലം പോലും ഗ്രീസിൻ്റെ ഓയിലിൽ ഒരു മയമില്ല. നിങ്ങൾക്ക് കാണുമ്പോഴത്തേനും അറിയാം. അപ്പോൾ ഇതിനകത്തെല്ലാം ഓയിൽ വരേണ്ടതാണ്, ഗ്രീസ് വരേണ്ടതാണ്. അപ്പോൾ ഗ്രീസ് ഇല്ലെങ്കിൽ ഇതെല്ലാം ഇതുപോലെ ഇളകിപ്പോവും. ഇത് 3 പിന്ന് വരുന്നതെല്ലാം ഓവലായിപ്പോയി. ആ പിന്നൊരു ബുഷാണ്, ആ ബുഷ് വരെ ഇതായി പോയിട്ടുണ്ട്. ഇതുപോലെ ഇളക്കം മതിയുമ്പോഴത്തേനാണ് ബെൽറ്റ് ഓടാതെ വരുന്നത്. ഇതാണ് അതിൻ്റെ പുതിയ ക്ലച്ച് അസംബ്ലി. ഇതുപോലെ വർക്കിംഗ് ആയാൽ മാത്രമേ ഉള്ളൂ വണ്ടിയുടെ ബെൽറ്റ് നന്നായിട്ട് റണ്ണിങ് ആവുള്ളൂ. അല്ലാതെ ടൈറ്റായി നിന്ന് കഴിഞ്ഞാൽ ബെൽറ്റ് പൊട്ടാനുള്ള സാധ്യതകൾ കൂടുതലാണ്. നമ്മൾ വർക്ക്ഷോപ്പിൽ സർവീസിന് കൊടുക്കുമ്പോഴത്തേക്കിന് ക്ലച്ച് അഴിച്ച് ഗ്രീസ് ചെയ്യാൻ പ്രത്യേകം പറയണം. ഓരോ 2 സർവീസ് കൂടുമ്പോഴും ക്ലച്ച് അഴിച്ച് ഗ്രീസ് ചെയ്യേണ്ടതാണ്. ഇതതിൻ്റെ ക്ലച്ച് പുള്ളിയാണ് വരുന്നത്. അതിൻ്റെ ക്ലച്ച് ഷൂ ആണ് വരുന്നത്. അതിൻ്റെ ക്ലച്ച് ഷൂ നമ്മൾ പുതിയത് മേടിച്ചിട്ടുണ്ട്. ക്ലച്ച് ഷൂ മാറണം. ക്ലച്ച് ഷൂ കൂടെ മാറിയില്ലെങ്കിൽ ഭയങ്കര വിറവലായിരിക്കും വണ്ടിക്ക്. കൈ കൊടുക്കുമ്പോൾ ഇങ്ങനെ വിറച്ച് നിൽക്കും വണ്ടി. അതുപോലെ തന്നെ നമ്മൾ ബെൽറ്റും മാറുന്നുണ്ട്. ബെൽറ്റും അതുപോലെ കിടന്ന് ഓവലായി പോയിട്ടുണ്ട്. ബെൽറ്റ് തേഞ്ഞ് ചെറുതായിപ്പോയി. അപ്പോൾ അതുപോലെ അതിൻ്റെ സൈഡിലെ നൂലും തെളിഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്ക് അതിൻ്റെ ബെൽറ്റ് മാറേണ്ടതുണ്ട്. ബെൽറ്റ് മാറാതെ വന്നു കഴിഞ്ഞാൽ വണ്ടി വലിക്കുമല്ലോ. ഇതാണ് അതിൻ്റെ പുതിയ ബെൽറ്റ് വരുന്നത്. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്.